Little homies wanna be like on my knees in the night, saying prayers in the street light. Been spending most of their lives living in the gangster's paradise. Jay? ഇസ നോ, വീഴരുത് വീഴരുത്. No, വീഴൂല. Am I dreaming? ഇസ, നീ എന്താ ഇപ്പൊ ഇവിടെ? Then it's not a dream. Oh my God. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എന്താ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത്? അത് ഞാൻ ജയ് താനിപ്പോ വന്നു. ഇസ, why are you shouting? ബാക്കിയുള്ളവർ ഉറങ്ങാ. സോറി പെട്ടെന്നുള്ളൊരു ആവേശത്തിന്. അല്ല, താനിപ്പോ വന്നു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഇതുവരെ ഞാൻ ചോദിച്ചതിൻ്റെ ആൻസർ കിട്ടിയില്ല. നീ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യാ? അത് ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. എന്നാ പോയി വെള്ളം കുടിച്ചിട്ട് റൂമിനകത്ത് കയറി പൊക്കൂടെ? ഓ, ഞാൻ പോവാൻ തന്നെ പോവാ. അതെ, താൻ എൻ്റെ റൂമിലോട്ട് വന്നായിരുന്നു? വന്നില്ലല്ലേ? ശരി, ഗുഡ് നൈറ്റ്. ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് പൊക്കോളാം. അപ്പം അത് സ്വപ്നം തന്നെ. ഇസ, എന്താ പറ്റിയേ? നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? അതെ, ചെറിയൊരു സ്റ്റൊമക് പെയിൻ. ആണോ? എന്നാൽ നീ ഇവിടെ ഇരിക്കാം, ഞാൻ പോയി ഹോട്ട് വാട്ടർ എടുത്തിട്ട് വരാം. ഏയ് വേണ്ട മിയ, കുഴപ്പമില്ല, ഇത് മാറിക്കോളും. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോൾ വരാം. മിയ പോയിട്ട് കുറച്ച് നേരം ആയല്ലോ. എനിക്ക് ബോറടിക്കുന്നു. അയ്യോ, എവിടെ നോക്കിയാടി നടക്കുന്നേ? ഓ ഗോഡ്, എന്റെ റെക്കോർഡ്. സോറി ചേച്ചി, ഞാൻ കണ്ടില്ല. സോറി പറഞ്ഞ ഇത് പഴയതുപോലെ ആവോ? നോ, ഐ ആം റിയലി സോറി. ശരിക്കും ഞാൻ കണ്ടില്ല. എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ട. എനിക്കിതിപ്പോ നീ റീഡ്രോ ചെയ്ത് തരണം. ഓക്കെ, ഞാൻ വരച്ചിട്ട് നാളെ തിരിച്ചു തരാം. ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട സാധനം നാളെ വരച്ച് നീ ആർക്കും കൊണ്ട് കൊടുക്കാനാ? ഓ അയ്യോ, ഇന്ന് സബ്മിറ്റ് ചെയ്യണ്ടാണോ? എന്നാ ഇങ്ങിതാ, ഞാൻ വരച്ചു തരാം. അവള് നശിപ്പിച്ച സാധനമല്ലേ, അത് നീ എന്തിനാ വരയ്ക്കുന്നത്? ഈ റെക്കോർഡ് അവള് തന്നെ വരച്ചാൽ മതി. ചേച്ചിക്കിപ്പം അവള് വരച്ചാലും ഞാൻ വരച്ചാലും എന്താ, സാധനം കിട്ടിയാ പോരെ? ഓഹോ, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഇവള് വരച്ചാ മതി. ഇസ, നീ വന്നേ, നമുക്ക് പോവാ. വരച്ചു കൊടുക്കാന്ന് വെച്ചപ്പോ എവിടെ പോകുന്നു? ഇവളിത് വരച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അവളുടെ കയ്യിൽ നിന്ന് വിട്. ഇല്ലെങ്കിലോ? എന്റെ കൈ. നിന്നോട് കൈ വിടാനല്ലേ ഇടി പറഞ്ഞേ? എന്താ ഇവിടെ? സാർ, ഈ സീനിയേഴ്സ് വെറുതെ ഞങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരിക. ഞങ്ങളോ? ഇവളാ എന്റെ പ്രോജക്റ്റ് താഴെയിട്ട് നശിപ്പിച്ചത്. അത് പിന്നെ സാർ, ഞാൻ അറിയാതെ തട്ടിയപ്പോൾ സംഭവിച്ചതാ. ഞാനത് റീഡ്രോ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതാ. അപ്പോൾ അവർ ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ. സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരു കോളേജാണ്, അല്ലാതെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല. ആൻഡ് യു, ഇസ റീഡ്രോ ചെയ്ത് തരാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം? സാർ, അത് ഇനഫ്. ഓൾ ഓഫ് യു ഗോ ടു യുവർ ക്ലാസസ്. മിയ, ഇനി വന്നേ. മിയ, നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഈ ചെറിയ പ്രശ്നത്തിന് നീ എന്തിനാ അവരെ അടിക്കാൻ പോയത്? ചെറിയ പ്രശ്നമോ? നീ കണ്ടതല്ലേ അവളുമാര് വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വന്നത്. അതുമാത്രമല്ല, ആദ്യം നിന്റെ കയ്യിൽ കയറി പിടിച്ച് നിന്നെ നോവിച്ചത് അവരല്ലേ, എന്നിട്ടല്ലേ ഞാൻ തുടങ്ങിയത്. ഇന്ന് വെച്ച് അവരെ നേരെ അടിക്കുകയാണോ വേണ്ടത്? അവർ
സീനിയേഴ്സ് ആണെന്ന് ഓർക്കണം. ഓ പിന്നെ അതിനിപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഇതിലൊന്നും തോന്നില്ല. പ്രതികരിക്കേണ്ടുള്ളിടത്ത് പ്രതികരിക്കണം, അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ പേടിച്ച് നിൽക്കാൻ ഈ മിയെ കിട്ടില്ല. ഇങ്ങനെ പോയാൽ നീ ഉടനെ കുറേ അടി പേടിച്ച് കൂട്ടും. അതിനിങ്ങനെ വരട്ടെ. ഈ മിയെ അവർക്ക് ശരിക്കും അറിയില്ല. ഓ മൈ ഗോഡ്, ഇതിനെ കൊണ്ട് ഞാൻ ഇപ്പം വാ, ക്ലാസ്സിൽ പോവാം. അതാരാ രാവിലെ ഉണ്ടായിരുന്നല്ലോ? ഇസ, താൻ എന്താലോചിച്ചിരിക്കുക? വരുന്നില്ലേ? ആ വരുന്നു, വാ പോവാ. എന്താ പറ്റിയേ? ഇന്നത്തെ താനിവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം. എക്സ്ക്യൂസ് മീ, എന്താ ഉദ്ദേശം? എന്താ സാർ? ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നാ അറിയില്ലെന്ന് വിചാരിച്ചോ? സാർ എന്താ പറയുന്നേ? മനസ്സിലായില്ല. എന്തു പറ്റി? എന്താ കാര്യം? എനിവേസ്, മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. അറിഞ്ഞ നീ ഉണ്ടാവില്ല. എന്താ ചെയ്? അവരാരാ? അതോ, ബാക്കിൽ വന്ന വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം, അതൊന്ന് ശരിയാക്കാൻ പോയതാ. എന്ത് പ്രശ്നം? അതിവിടെ ഇരുന്നോണ്ട് ചേക്ക് എങ്ങനെ മനസ്സിലായി? ഓക്കെ ഫൈൻ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അതിനെന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? കണ്ണോണ്ടെന്ന് വെച്ച് എന്തോ ആവും. അങ്കിൾ എന്താ ഇവിടെ? ഓഫീസിൽ പോയില്ലേ? ആ മോളെ, ഒരു ഇമ്പോർട്ടന്റ് ഫയൽ എടുക്കാൻ വേണ്ടി ഇപ്പൊ വന്നതാ. എന്നിട്ട് കിട്ടിയോ അങ്കിൾ? ആ മോളെ കിട്ടി. ഞാൻ ഇറങ്ങാം. ഓക്കെ. ഹലോ, നമ്മള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 വട്ടം കണ്ടിട്ടുണ്ട് എന്നതല്ലാതെ ഫോർമലി ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ സേവിയർ. എനിക്കറിയാം. അറിയാം, എന്നാലും എന്റേതായ രീതിയിലൊന്ന് പരിചയപ്പെടണമല്ലോ. താൻ വരുന്നതിന് മുമ്പ് ഈ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ ഞാനായിരുന്നു. അതെ, ഒരു അഡ്വൈസ് തരാം. ആള് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, കുറച്ചധികം കുസൃതി കൂടുതലാ. ആഗ്രഹിക്കുന്ന സാധിച്ചെടുക്കാൻ വേണ്ടി എന്തടവ് ഇറക്കും. ഇതിലൊന്നും താൻ വീണ് പോവില്ലേ? അതൊന്നും ഈ ജേഡന്റെ അടുത്ത് നടക്കില്ല. സേവിയറിനെ പോലെ അല്ല ഞാൻ. ജേഡൻ എന്റെ കണക്കായിരിക്കില്ല, പക്ഷെ അത് ഇസക്കുഞ്ഞ. അവൾ ഏത് കൊമ്പനെ വളച്ചെടുത്തോളും. അതുകൊണ്ട് മുൻകൂട്ടി ഒന്ന് പറഞ്ഞതന്നെ ഉള്ളൂ. അല്ല, ജേഡൻ സിറിക് സാറിന്റെ ഫ്രണ്ടിന്റെ ബ്രദറാന്നല്ലേ പറഞ്ഞേ? അതെ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇതോടനെ എനിക്ക് അവിടെ എത്തിക്കണം. ശരി. ഇന്ന് പോയിട്ടെന്തായി? അത് പിന്നെ സാർ, ആ കുട്ടിയുടെ ബോഡി ഗാർഡ് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി. വാട്ട്? നിങ്ങളെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനാണോ അവർ ചെയ്യുന്നത്? ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ആരും അറിയാതെ വേണമെന്ന്. സോറി സാർ, അയാൾ അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്സും ഉണ്ടായിട്ടില്ല. എല്ലാം നശിപ്പിച്ചിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇഡിയറ്റ്. ഇനി കൂടുതലൊന്നും പറയണ്ട. നിന്നെയൊക്കെ ഈ ജോലി ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. എന്തായി? സിറേക്ക് പറഞ്ഞ ആളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഇതുവരെ ഇല്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അവന്റെ ലൊക്കേഷൻ മാത്രം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ലൂക്ക. അപ്പൊ ആള് നമ്മൾ വിചാരിച്ചതിലും ബ്രില്യൻ്റ് ആണ്. യെസ്, ഒന്നെങ്കിൽ അവനൊരു ഫേക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്താണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്, അല്ലേ നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നുറപ്പുള്ളൊരു സ്ഥലത്താണ് അവ ഇപ്പോൾ ഉള്ളത്.
ഏതൻ രണ്ടാമത് പറഞ്ഞ ഓപ്ഷനാണെങ്കിൽ അവനെ പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേറൊരാളും കാണും. എക്സാക്ട്ലി. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇനി അതിനായി കാത്തിരിക്കേണ്ടി വരും. എന്താ ഇവിടെ? ഓ, അത് പിന്നെ ഞങ്ങൾ ആ ഡെറിക്കിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനെ പറ്റി പറയുമായിരുന്നു. എന്നിട്ട് എവിടം വരെയായി കണ്ടുപിടുത്തങ്ങൾ? ഇതുവരെ പ്രത്യേകിച്ച് എങ്ങും ആയിട്ടില്ല. പക്ഷേ അധികം നീട്ടാതെ കണ്ടുപിടിക്കണം. ഹാവ് ഫിനിഷ്ഡ്. ഇനി പോയി ഫ്രഷ് ആവാം. ഓ നോ. ജയ് എവിടാ? ഹലോ. ഹോ, പേടിച്ച് പോയല്ലോ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ പുറകിന്ന് വന്ന് ഇങ്ങനെ വിളിച്ച ആരായാലും ഞെട്ടൂലേ? അങ്ങനെ ഞെട്ടേണ്ട ആവശ്യം എന്താ? ഇത് തൻ്റെ വീടല്ലേ. ഇവിടെ വന്ന് തന്നെ ആര് എന്ത് ചെയ്യാനാ? താൻ എന്നെ ആക്കിയതാണോ? ചേ അല്ലല്ല. ഇന്നിപ്പോൾ എന്തിനാണ് അവ ഇറങ്ങി വന്നത്? വെള്ളം കുടിക്കാനായിരിക്കും അല്ലേ? അല്ല. പിന്നെ? അല്ല, വെള്ളം കുടിക്കാൻ തന്നെ. അതിന് എന്താ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ കുടിച്ചിട്ട് കയറി പോവാൻ നോക്ക്. അതെ, ഞാൻ ഇപ്പം ഇറങ്ങി വന്നാലും താൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. താനിവിടെ എന്ത് ചെയ്യാ? എനിക്കിവിടെ പല പരിപാടിയും കാണും. എല്ലാം തന്നോടങ്ങ് പറയാൻ പറ്റുമോ? പിന്നെ ഞാനിപ്പോൾ വഴക്കിടാനുള്ള മൂഡിലല്ല. സോ അങ്ങോട്ട് ചെന്നാട്ടെ, നിന്റെ കാര്യം നോക്കി. നീയോ? നിന്നെ ഗോ. ഓ, പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ, അതുകൊണ്ട് ഞാൻ പോകും. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തായാലും വന്നില്ലേ, വെള്ളം കുടിച്ചിട്ട് പോവാം. ഇതുവരെ പോയില്ലേ? ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, ഏതൻ? പറഞ്ഞ കാര്യം എന്തായി? സിറിയക്കിൻ്റെ ഇന്ന് ഡെറിക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഓ ഷിറ്റ്, നീ എല്ലാ ഡീറ്റെയിൽസും നല്ലപോലെ ചെക്ക് ചെയ്തായിരുന്നു? ആൻഡ് ഒരു ഫയലിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു അൺനോൺ മാൻ്റെ പേരിൽ. വാട്ട്? വിച്ച് പ്രോപ്പർട്ടി? ഐ ഡോണ്ട് നോ. ഇതിൽ വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ആൻഡ് ഇതിപ്പോൾ ഗവൺമെൻറ് സീൽ ചെയ്തേക്കുക. ഓ, ദാറ്റ്സ് ഗുഡ്. ആ പ്രോപ്പർട്ടി ഏത് ഏരിയയിലാണെന്ന് വല്ലതും അതിലുണ്ടോ? നോ, ബട്ട് എന്തോ ഒരു കോഡ് കിടപ്പുണ്ട്. റിയലി? ഓക്കെ, ദെൻ നാളെ തന്നെ ആ ഫയൽസ് എന്നെ ഏൽപ്പിക്കണം. ഓക്കെ, ബൈ. ജേഡൻ, എന്തായി ആ ഫയൽസ് നോക്കിയിട്ട്? എനി ക്ലോസ്? യെസ്. ആക്ച്വലി എനിക്കിതിന്ന് ഏതനെ ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു. അതിൻ്റെ കാര്യം പറയാനും കൂടെ ഞാൻ വന്നത്. ഓക്കെ, അവനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പം നമ്മുടെ രണ്ടു കൂട്ടരുടെ ആവശ്യമല്ലേ? അത് സാരമില്ല. ചേട്ടൻ പോയിട്ട് വാ. ആൻഡ് ഇസയെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് വേറൊരിടം വരെയും പോകണം. ഇസയുടെ കാര്യം ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചോളാം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് വിടണ്ട, അവള് വീട്ടിൽ നിന്നോട്ടെ. അത് സാരമില്ല. ഞാൻ അതിനനുസരിച്ചുള്ള ഒരാളെ തന്നെ ഏർപ്പാടാക്കുന്നത്. ചെറിയ ടെൻഷൻ ആവണ്ട. എന്നാ ഓക്കെ. അപ്പോൾ ഇന്നിനി ചേട്ടൻ വരില്ലേ? ഞാൻ ഇന്ന് തന്നെ വരും. തിരിച്ച് വൈകിട്ട് ഞാൻ ഇസയെ പിക്ക് ചെയ്തോളാം. ഓക്കെ ചേട്ടാ. പപ്പ, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ലടാ. എന്നാ ശരി, നിങ്ങൾ ഇറങ്ങി. ഓക്കെ സാർ. ഇസ, കമോൺ. ഓക്കെ പപ്പ, ബൈ, ലവ് യു. സാർ,
ഇതാരാ? ഹായ് ഡീൻ, താൻ ഇവിടെ തന്നെ ഉണ്ടാവണം ഞാൻ വരുന്നവരെ. ജയ് എവിടെ പോന്ന്? എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, അത് തീർത്തിട്ട് വരാം. അതുവരെ ഡെയിൻ കാണും. അപ്പോൾ വൈകിട്ട് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ ജയ്, ബൈ. ഡെയിൻ, ഞാൻ പോവാ. തിരിച്ചു വരുന്നവരെ ഇവിടെ തന്നെ കാണണം. ഇസയുടെ മേൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എസ്സാ. ഏയ് ജയ് പേടിക്കണ്ട, ഡെയിനെ ഞാൻ നോക്കിക്കോളാം. അല്ലേ ഡെയിൻ? ചേടാ, ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? പോട്ടെ. ഹായ് ഡെയിൻ, ഐ ആം ഇസ. ഹായ് മാം. അയ്യോ, എന്നെ മാം എന്നൊന്നും വിളിക്കണ്ട, എന്നെ ഇസ എന്ന് വിളിച്ചാൽ മതി. ഡെയിൻ്റെ വീട് എവിടാ? അല്ല, ഡെയിൻ എന്താ ചെയ്യുന്നേ? ഡെയിൻ എന്തോന്നും മിണ്ടാത്തേ? സോറി മാം. മാം വെറുതെ കിടന്നലയ്ക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കേൾക്കാത്ത പോലെ നിന്നാ മതിയെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സോറി. ഓഹോ, എന്നാ പിന്നെ തന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചത്? വല്ല റോബോട്ടിനെ വെച്ചാൽ പോരായിരുന്നു. എൻ്റെ മീ എവിടെ? ഞാൻ പോവാ. ഇവിടെ ഇങ്ങനെ പന പോലെ നിന്നു. ജെകെ, ലൂക്ക് എവിടെ? ഐ ആം ഹിയർ. ഇസയെ ഡ്രോപ്പ് ചെയ്തിട്ടാണോ നീ വന്നത്? യെസ്, ഇതാ പറഞ്ഞ ഡീറ്റെയിൽസ്. ഷോ മീ. ഐ നീഡ് സം ടൈം. Yes, I got it. Yeah, tell me, where is it? It's a forest area. And കുറച്ചുള്ളിലോട്ടാണ്. ആ പാത്തൊന്നും അത്ര കറക്റ്റായി തോന്നുന്നില്ല. ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് തോന്നുന്നു. It's okay. Come on, let's go. I want to finish him. JK, സ്റ്റോപ്പ്. നീ ഇങ്ങനെ എല്ലാത്തിനും എടുത്ത് ചാടരുത്. ഇപ്പോഴല്ല, അതിന് ഇനിയും സമയമുണ്ട്. What do you mean? ഇനി എന്ത് വെയിറ്റ് ചെയ്തിരിക്കുക? I think he is right, JK. Please be calm. JK, ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ ഈ എടുത്തു ചാടിയുള്ള സ്വഭാവം ഒന്ന് കുറയ്ക്കുന്നു. വി നീഡ് എ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് മതി എന്തും. ഇങ്ങനെ വീണ്ടും അവന് ടൈം കൊടുക്കാനാണ് ഞാനെന്തിനാ എല്ലാം കൂടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടി ലൊക്കേഷൻ വരെ ട്രേസ് ചെയ്തിട്ട് വീണ്ടും ടൈം കൊടുക്കാൻ? ഫക്ക് ഇറ്റ്. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഐ ആം ലീവിങ്. ഈ ജെകെയുടെ ആങ്കർ ഇഷ്യൂസ് കൂടുന്നതല്ലാതെ ഇതിനൊരു കുറവും കാണുന്നില്ലല്ലോ ലൂക്ക. പുതിയ ഡ്യൂട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അവനൊന്ന് കാമാവൂന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ അവൻ ഇങ്ങനെ തന്നെ ആണോ എന്തോ അവിടെ. സിറേക്കിനോടൊന്ന് ചോദിക്കണം. ജെകെ, നീ ഇങ്ങനെ വെറുതെ ഒന്നിനു കയറി ദേഷ്യപ്പെടല്ല. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ. ഏതാ ഇതിങ്ങനെ മാറ്റിവെക്കുന്നതനുസരിച്ച് അവന് രക്ഷപ്പെടാനുള്ള അവസരം കൂടുമല്ലേ? നമ്മൾ സ്കെച്ചിട്ട ഒരാള് നമ്മുടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെറിയാവുന്നത്? ലൂക്ക പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ അങ്ങോട്ട് കയറി ചെന്നാലോ? സമയമുണ്ടല്ലോ. നീ ഇങ്ങനെ എടുത്ത ചാടി ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ ലൂക്കയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നത്. പിന്നെ ഇവാനും വന്നിട്ടില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ഇത് അവന്റെ തന്നെ ലൊക്കേഷൻ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഇനി വെളിയിൽ ആരെങ്കിലും നിന്ന് കളിക്കുന്നുണ്ടോ? ഇതൊക്കെ അറിഞ്ഞേ പറ്റൂ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അല്ലാതെ ഇനിയിപ്പോൾ എന്ത് പറയാം. അല്ല, ഇവാൻ എവിടാ? ഇവാൻ നമ്മുടെ കമ്പനി ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോയേക്കുക. എന്നാൽ ഞാൻ ഇറങ്ങുക. എനിക്ക് ഇസനെ പിക്ക് ചെയ്യണം. ഓക്കെ, എന്തേലും ഉണ്ടേ ഞാൻ വിളിക്കാം. ഓ, അവിടെ സ്റ്റാച്ചു പോലെ തന്നെ നിപ്പുണ്ടല്ലോ. എങ്ങനെ നിൽക്കാതിരിക്കും? ജയ് കൊണ്ടുവന്ന ആളല്ലേ,
അതാ അതുപോലെ തന്നെ ഉണ്ട്. ഹേ റോബോട്ട്, ജയ് വന്നില്ലേ? ആ സാർ ഇപ്പൊ വരും. അപ്പൊ ആള് വന്നില്ല. അതെ, താനെന്തിനാ ചെയ്യണേ സാറിന് വിളിക്കുന്നേ? താൻ ആരാ ചെയ്യടേ? ഞാൻ സാറിന്റെ സ്റ്റാഫാണ്. സ്റ്റാഫോ? അപ്പോ മാം ദേ സാർ വന്നു. ഓ ഓക്കെ. എന്താ സാർ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ചോദിക്കുമായിരുന്നു ഡെയിനോട്. ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. താൻ പൊക്കോ. ഓക്കെ സാർ. ഇനി എന്തോ നോക്കി നിൽക്കുക? അന്നത്തെ പോലെ എടുത്ത് കയറ്റാൻ വല്ലതാണ് ഈ നിൽക്കുന്നെങ്കിൽ എനിക്കിനി വയ്യ. അതുകൊണ്ട് വരുന്നെങ്കിൽ വാ. പിന്നെ താൻ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ മുട്ടി നിൽക്കുമല്ലേ? എന്തിനാ നോക്കുന്നേ? ഞാൻ വരുവാ. ചേടാ, നിങ്ങൾക്കൊരു മര്യാദക്ക് നോക്കൂടെ? ഇന്നും ഇങ്ങനെ നോക്കി പേടിപ്പിക്കാന്ന് വല്ല നേർച്ചയും ചെയ്തിട്ടുണ്ടോ? ജയ് എന്താ? അതെ, ജയ്ക്ക് കമ്പനി ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ എന്ത് കമ്പനിയാ? പറ ജയ്, സ്വന്തമായിട്ട് കമ്പനിയൊക്കെ ഉണ്ടായിട്ട് എന്റെ ബോഡി ഗാർഡായിട്ട് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഡോണ്ട് ആസ്ക് മീ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ്. ഇനി വീടെത്തുന്നവരെ മിണ്ടായിരുന്നോണം. ഓ ശരി. സേവിയർ, ഇതെല്ലാം ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തേക്ക്. ഓക്കെ സാർ. ഹലോ ഹലോ, ആരേത്? ഹലോ ഹലോ മിസ്റ്റർ സിറിയക്. ഡെറിക് യു? അതെ, ഡെറിക് തന്നെ, ഡെറിക് വിൽസൺ. അപ്പോൾ ഈ ശബ്ദം ഓർമ്മയുണ്ടല്ലേ? അങ്ങനെ മറക്കാൻ പറ്റുന്നൊരു ശബ്ദമല്ലല്ലോ ഇത്. എൻ്റെ ഈസയെ ഉപദ്രവിക്കാൻ നോക്കിയതും ഒന്നും ഈ സിറിയക്ക് മറന്നിട്ടില്ല. എല്ലാം അപ്പം മനസ്സിലാക്കിയല്ലോ. അപ്പം അത് നീ തന്നെ. ഓഫ് കോഴ്സ്. ഇത്രയും ചെയ്തിട്ട് നിന്നെ വെറുതെ വിട്ടത് നിന്നോടുള്ള പേടി കൊണ്ടല്ല, എൻ്റെ ഈസയെ ഓർത്തിട്ടാ. അല്ലേ നിന്നെ എന്നെ ഞാൻ തീർത്താനെ. നിനക്ക് കഴിയുന്നതെല്ലാം നീ ചെയ്യും. അങ്ങനെ ആര് വിചാരിച്ചാലും എന്നെ തകർക്കാൻ കഴിയില്ല. ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വെറുതെയാ. നിന്നെ നിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവരെയും ഉടനെ തന്നെ ഞങ്ങൾ കണ്ടെത്തും. അപ്പം നീ നിന്റെ ജീവന് വേണ്ടി എൻ്റെ മുന്നിൽ കിടന്ന് കെഞ്ചും. വാവ്, ബ്രില്യൻറ്റ്. അപ്പം എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായി ഒന്നും പറയണ്ടല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാ. അങ്ങനെ എന്നെ നീ തകർക്കാൻ ശ്രമിച്ചാലും ആ ആളെ ഒരിക്കലും നിനക്ക് കാണാൻ പോലും കിട്ടില്ല. ആൻഡ് എനിക്ക് പോലും അറിയില്ല അവ എവിടെയെന്നാണെന്നോ എങ്ങനെയാണെന്നോ. നീ കൂടുതൽ പറയാൻ നോക്കണ്ട. അവൻ ആരാണേലും ഏത് കൊമ്പത്ത് നിൽക്കുന്നവനാണേലും അവനെ അധികം വൈകാതെ തന്നെ കണ്ടെത്തും. നീ ആരുടെ ധൈര്യത്തിലാ ഇങ്ങനെ അടുന്ന് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ദി ഗ്രേറ്റ് മാഫിയ കേറ്റ് ഫാമിലി. ഞാനിങ്ങനെ മനസ്സിലാക്കി എന്നാണോ ഇപ്പം ചിന്തിക്കുന്നത്? ഇനി നീ എന്തൊക്കെ ശ്രമിച്ചാലും നിന്റെ അവസാനം അത് ഞങ്ങളുടെ കൈകൊണ്ടാവും. നീ കെട്ടിപ്പൊക്കി വെച്ച സാമ്രാജ്യം മുഴുവൻ എൻ്റെ കൈകളിൽ വന്ന് ചേരും. ആൻഡ് ഡോണ്ട് വറി ഇസ, അവളെ ഞാൻ നോക്കിക്കോളാം. യു, അവളുടെ മേലെ ഇനി നിന്റെ കണ്ണു പോയാ നീ ഇനി പുറലോകം കാണില്ല. ഓ, ഞാൻ പേടിച്ചു. എന്താ അവളുടെ കൂടെ ഇപ്പം ഏതോ ഒരു ബോഡി ഗാർഡ് ഉള്ളതിൻ്റെ അഹങ്കാരമാണോ? അവ എന്താ എന്നെ അങ്ങ് തീർത്ത് കളയോ? ഏതോ ഒരു ബോഡി ഗാർഡ് നിനക്ക്. അവൻ എന്താണെന്നും ഏതാണെന്നും എനിക്കറിയാം. ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഈ സംസാരിക്കുന്നതെന്നും കൂട്ടിക്കോ. നിന്നെ തീർക്കുമെന്ന് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കയറിക്കൊടു. അപ്പോൾ അറിയാം തീരോ ഇല്ലയോ എന്നൊക്കെ. വാവ്, ഭയങ്കര ഹൈപ്പാണല്ലോ ഒരു ബോഡി ഗാർഡിന് നീ കൊടുക്കുന്നത്. ഈ ഹൈപ്പിനുള്ള മുതലാത്. അതുകൊണ്ട് നിന്നെയും നിൻ്റെ സ്റ്റുപ്പിഡ് റാസ്കലിൻ്റെ കളികൾ അതും ഉടനെ അവസാനിക്കും. നമുക്ക് നോക്കാം. നീ നിനക്ക് കഴിയുന്നത് പോലെ ശ്രമിച്ചു നോക്കും. കണ്ടെത്താൻ പറ്റുമെന്നവനെ. അവസാനം നീ ഞങ്ങളുടെ വഴിക്ക് തന്നെ വരും.
ഹേയ്, നീ എന്താ ഇവിടെ? അതാ